നമസ്കാരം സുഹൃത്തുക്കളെ, എന്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എഡ്യൂടെക്. 2024 PSC നടത്തിയ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ പരീക്ഷയുടെ ചോദ്യങ്ങളും അനുബന്ധ വിവരങ്ങളുടെ ഡിസ്കഷൻ ആണ്. അപ്പോൾ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ പരീക്ഷ അടുത്തു. ഡിസംബർ മാസം 20-ാം തീയതിയാണ് പരീക്ഷ വരുന്നത്, 2025 ഡിസംബർ 20. അപ്പൊ നമ്മുടെ ഹർഷിതം എഡ്യൂടെക് ആപ്പിലെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിന്റെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 1299 മാത്രമേ ഫീസ് വരുന്നുള്ളൂ. ഫുൾ സിലബസ് കവറേജ് ആണ്. വീക്ക്ലി ടൈം ടേബിൾ അനുസരിച്ചാണ് ക്ലാസുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഫുൾ സിലബസ് coverage including special topic, short current affairs, monthly current affairs, PSC previous questions with related facts, പഴയ SCRT, പുതിയ SCRT എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു പാക്കേജ് ആണ്. വെറും 1299 രൂപയ്ക്ക്. അപ്പൊ നിങ്ങൾ കയറി ചെക്ക് ചെയ്തോളാം. ഇപ്പൊ നവരാത്രി ഓഫറും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഫസ്റ്റ് കമന്റിൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യണം, ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. അപ്പൊ സമയം കളയാതെ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് പോയാലോ. ആദ്യത്തെ ചോദ്യം, ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ഗറില്ല സമരം അഥവാ ഗറില്ല യുദ്ധമുറകൾ നടത്തിയ നേതാവ് ആരാണ്? താന്തിയ തോപ്പിയാണ്. താന്തിയ തോപ്പി. ഇദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം എന്താണ്? രാമചന്ദ്ര പാണ്ഡുരംഗ്. രാമചന്ദ്ര പാണ്ഡുരംഗ് എന്നതാണ് താന്തിയ തോപ്പിയുടെ യഥാർത്ഥ നാമം. നാനാ സാഹിബിന്റെ സൈനിക ഉപദേഷ്ടാവായി സേവനം അനുഷ്ഠിച്ച വ്യക്തി കൂടിയാണ് താന്തിയ തോപ്പി. ഓക്കെ, ഇത്രയും പോയിന്റ് ഒന്ന് ഓർക്കുക. അടുത്ത ചോദ്യം, പുരാതന കാലത്ത് കേരളവുമായി യവനന്മാർക്കും റോമാക്കാർക്കും ഉണ്ടായിരുന്ന വാണിജ്യ ബന്ധത്തിന്റെ ശക്തമായ തെളിവുകൾ ഉദ്ഖനനത്തിലൂടെ ലഭിച്ച പ്രദേശം ഏതാണെന്ന് ചോദിച്ചാൽ പട്ടണം എന്ന പ്രദേശമാണ്. പട്ടണം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? എറണാകുളം ജില്ലയിലാണ് പട്ടണം സ്ഥിതി ചെയ്യുന്നത്. പ്രാചീന തമിഴകത്തിന് റോമാക്കാരുമായും പശ്ചിമേഷ്യൻ രാജ്യങ്ങളുമായും ഉണ്ടായിരുന്ന കച്ചവടം സംബന്ധിച്ചുള്ള തെളിവുകൾ ലഭിച്ച പ്രദേശമാണ് പട്ടണം. പട്ടണം ഏത് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു? എറണാകുളം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ഭാഷാ അടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? ആന്ധ്രാപ്രദേശ് ആണ്. ആന്ധ്രയുടെ ആദ്യത്തെ മുഖ്യമന്ത്രി ആരാ? ടി പ്രകാശം. ആന്ധ്രാപ്രദേശിന്റെ ആദ്യത്തെ മുഖ്യമന്ത്രി ആരാണ്? നീലം സഞ്ജീവ റെഡ്ഡിയാണ്. ആന്ധ്ര സംസ്ഥാനം 1953 ആന്ധ്ര സംസ്ഥാനം രൂപീകരിച്ചത്. ആന്ധ്രയുടെ ആദ്യത്തെ മുഖ്യമന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ ടി പ്രകാശമും ആന്ധ്രാപ്രദേശിന്റെ ആദ്യത്തെ മുഖ്യമന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ നീലം സഞ്ജീവ റെഡ്ഡിയുമാണ്. തെലുങ്ക് സംസാരിക്കുന്നവർക്കായി ആന്ധ്ര സംസ്ഥാനം രൂപീകരിക്കുക എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് നിരാഹാരം അനുഷ്ഠിച്ച വ്യക്തിയാണ് പോറ്റി ശ്രീരാമലു. ആന്ധ്രാപ്രദേശിന്റെ ശില്പി എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? പോറ്റി ശ്രീരാമലു ആണ്. ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം എവിടെ? ജനീവ. ജനീവയാണ് ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം. ലോകാരോഗ്യ ദിനം എന്നാണെന്ന് ചോദിച്ചാൽ ഏപ്രിൽ 7. 1948 ഏപ്രിൽ 7 ലോകാരോഗ്യ സംഘടന അഥവാ WHO ഫോം ചെയ്തത്. അടുത്ത ചോദ്യം, ഗാന്ധിജി നയിച്ച സമരങ്ങൾ താഴെ നൽകിയിരിക്കുന്നു. ശരിയായ ക്രമം തെരഞ്ഞെടുക്കുക. ഇവിടെ ശരിയായിട്ടുള്ള ക്രമം, ആദ്യം നടന്നത് ചമ്പാരൻ സത്യാഗ്രഹം വർഷം 1917, രണ്ടാമത് ഖേദ സത്യാഗ്രഹം വർഷം 1918, മൂന്നാമത് നിസ്സഹകരണ പ്രസ്ഥാനം വർഷം 1920, നാലാമത് സിവിൽ നിയമലംഘന പ്രസ്ഥാനം വർഷം 1930. ഓപ്ഷൻ എ ആണ് ആൻസർ. 2023 150-ാം ജന്മവാർഷികം ആചരിക്കപ്പെടുന്ന നവോത്ഥാന നായകൻ ആരാണ്? വക്കം അബ്ദുൾ ഖാദർ മൗലവിയാണ്. വക്കം അബ്ദുൾ ഖാദർ മൗലവി ജനിച്ച വർഷം 1873. 1873 ഇദ്ദേഹം ജനിച്ചത്. 2023 ആകുമ്പോൾ ഇദ്ദേഹത്തിന്റെ 150-ാം ജന്മവാർഷികം ആചരിക്കപ്പെടുന്നു. ഇദ്ദേഹം ഗാന്ധിജിയെ കണ്ടുമുട്ടിയ വർഷം ഏതാണ്? 1925. 1925 ഇദ്ദേഹം ഗാന്ധിജിയെ കണ്ടുമുട്ടിയത് എന്ന് ഓർക്കും. ചോദ്യം, ഭൂവൽക്കത്തെ കുറിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് ശരി? ഭൂമിയുടെ ഏറ്റവും പുറമേയുള്ള ശിലാനിർമ്മിതമായ കട്ടിയുള്ള ഭാഗമാണ് ഭൂവൽക്കം. സമുദ്ര തട ഭൂവൽക്കത്തിന് വൻകര ഭൂവൽക്കത്തെ അപേക്ഷിച്ച് കനം കുറവാണ്. ഇത് രണ്ടുമാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. ഇനി ഭൂമിയുടെ പിണ്ഡം ഏറ്റവും കൂടുതൽ ഉൾക്കൊള്ളുന്ന ഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ മാന്റിലാണ്. മാന്റിൽ. അടുത്ത ചോദ്യം, തിരമാലകൾ എന്നാൽ ജലത്തിന്റെ ചലനം. ചന്ദ്രന്റെയും സൂര്യന്റെയും ഗുരുത്വാകർഷണ ബലം മൂലം സമുദ്രജലത്തിനുണ്ടാകുന്ന ചലനം. ഇവയാണ് തിരമാല. എന്താണ് സുനാമി? സുനാമി അഥവാ സീസ്മിക് തിരമാല എന്ന് പറയും. കടൽത്തറകളിൽ ഉണ്ടാകുന്ന അഗ്നിപർവ്വത സ്ഫോടനങ്ങളും ഭൂകമ്പങ്ങളും മൂലമുണ്ടാകുന്ന വിനാശകാരികളായ വൻ തിരമാലകളെയാണ് സുനാമികൾ എന്ന് വിളിക്കുന്നത്. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യൻ തീര സമതലങ്ങളെ കുറിച്ചുള്ള തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. തെറ്റായിട്ടുള്ള പ്രസ്താവന
ഒന്ന് മാത്രമാണ്. പശ്ചിമ തീരത്തെ അപേക്ഷിച്ച് കിഴക്കൻ തീര സമതലം വീതി കുറവാണ്. അത് തെറ്റാണ്. പശ്ചിമ തീരത്തെ അപേക്ഷിച്ച് കിഴക്കൻ തീര സമതലത്തിന് വീതി കൂടുതലാണ്. ബാക്കി രണ്ടും ശരിയാണ്. കിഴക്കോട്ടൊഴുകി ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്ന നദികൾ പൂർവ്വതീരങ്ങളിൽ വിശാലമായ ഡെൽറ്റകൾ സൃഷ്ടിക്കുന്നുണ്ട്. ശരിയാണ്. താഴ്ന്നു പോയ സമതലങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് പശ്ചിമ തീര സമതലങ്ങൾ. ശരിയാണ്. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ എൽ നിനോ പ്രതിഭാസവുമായി ബന്ധപ്പെട്ടവ ഏതെല്ലാം? എൽ നിനോയുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെന്റ്സ് ഏതൊക്കെയാണ്? ഇവിടെ തന്നിരിക്കുന്നതില് 1, 2, 4 ശരിയാണ്. മധ്യരേഖ വായു ചംക്രമണത്തെ തടസ്സപ്പെടുത്തുന്നു. സമുദ്രജല ബാഷ്പീകരണം ക്രമരഹിതമാക്കുന്നു. കാലാവസ്ഥാ മാറ്റത്തിന് ഇതൊരു കാരണമാകുന്നില്ല. എൽ നിനോ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ഉണ്ണിയേശു എന്നതാണ്. ഉണ്ണിയേശു എന്നതാണ് എൽ നിനോ എന്ന വാക്കിന്റെ അർത്ഥം. ഇത് ഏത് സമുദ്രത്തിലാണ് വീശിയടിക്കുന്നത്? കിഴക്കൻ പസഫിക് സമുദ്രത്തിലാണ് എൽ നിനോ വീശിയടിക്കുന്നത്. കിഴക്കൻ പസഫിക് സമുദ്രത്തിൽ പെറു തീരത്തിന്റെ ആഴക്കടലിൽ ഉഷ്ണജല പ്രവാഹങ്ങളായി പ്രത്യക്ഷപ്പെടുന്നതാണ് എൽ നിനോ പ്രതിഭാസം. ഇന്ത്യയിലെ ഒരു പ്രധാന ഭൗമ താപോർജ ഉൽപാദന കേന്ദ്രം ഇതിൽ തന്നിരിക്കുന്നത് പുക താഴ്വരയും അതുപോലെ മണികരണുമാണ്. മണികരൺ എപ്പോഴും ചോദിക്കാറുണ്ട്. ഭൗമ താപോർജ ഉൽപാദന കേന്ദ്രമാണ് മണികരൺ. ഏത് സംസ്ഥാനം? ഹിമാചൽ പ്രദേശിലാണ് സ്ഥിതി ചെയ്യുന്നത്. 2023 ഡിസംബറിൽ ചെന്നൈയിൽ ഉണ്ടായ വെള്ളപ്പൊക്കത്തിന് കാരണമായ ചുഴലിക്കാറ്റാണ് മിഷോങ് ചുഴലിക്കാറ്റ്. മിഷോങ് ചുഴലിക്കാറ്റ്. 2023 മെയ്യിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ആദ്യത്തെ ചുഴലിക്കാറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ മോഖ ചുഴലിക്കാറ്റാണ്. ഇപ്പൊ ഒരു റീസെന്റ് ആയിട്ടുള്ള കറണ്ട് അഫെയർ ആണ്. 2025 സെപ്റ്റംബർ മാസം ഫിലിപ്പീൻസ്, തായ്വാൻ, ചൈന തീരങ്ങളിൽ വീശിയടിച്ച ചുഴലിക്കാറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ രഗാസ ചുഴലിക്കാറ്റാണ്. രഗാസ ചുഴലിക്കാറ്റ്. അടുത്ത ചോദ്യം, ആഗോളവൽക്കരണത്തിന്റെ പ്രധാന ഫലങ്ങളിൽ ഒന്ന് പുറംപണി കരാറാണ്. പുറംപണി കരാർ എന്നാൽ ഔട്ട്സോഴ്സിംഗ് എഗ്രിമെന്റ്. ഔട്ട്സോഴ്സിംഗ് എഗ്രിമെന്റ് അതായത് ജോലിയുടെ ഭാഗങ്ങൾ ആന്തരികമായി പൂർത്തിയാക്കുന്നതിന് പകരം പുറത്തു നിന്നുള്ള വിതരണക്കാർക്ക് കൈമാറുന്നതിലൂടെ ചെലവ് കുറയ്ക്കുന്ന രീതിയാണ് പുറംപണി കരാർ അഥവാ ഔട്ട്സോഴ്സിംഗ് എഗ്രിമെന്റ്. ജോലിയുടെ ഭാഗങ്ങൾ ആന്തരികമായി പൂർത്തിയാക്കുന്നതിന് പകരം പുറത്തു നിന്നുള്ള വിതരണക്കാർക്ക് കൈമാറുന്നതിലൂടെ ചെലവ് കുറയ്ക്കുന്ന രീതിക്ക് പറയുന്ന പേരെന്താണ്? ഔട്ട്സോഴ്സിംഗ് എഗ്രിമെന്റ് അഥവാ പുറംപണി കരാർ. GST നിലവിൽ വന്നതെന്ന ജൂലൈ 1, 2017 ജൂലൈ മാസം 1 ഇന്ത്യയിൽ ചരക്ക് സേവന നികുതി നിലവിൽ വന്നത്. അടുത്ത ചോദ്യം, ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്നവയിൽ യോജിക്കാത്ത പ്രസ്താവന ഏതാണ്? ഇവയൊന്നും അല്ല എന്നതാണ് ഉത്തരം. ഇവയൊന്നും അല്ല. ഹരിത വിപ്ലവത്തിന്റെ 2ാം ഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിച്ച വിള ഏതാണ്? 2ാം ഘട്ടത്തിൽ എടുത്തു ചോദിച്ചാൽ നെല്ലാണ്. ഏറ്റവും കൂടുതൽ മെച്ചമുണ്ടാക്കിയത് ഗോതമ്പ്. 2ാം ഘട്ടത്തിൽ ചോദിച്ചാൽ നെല്ലാണ്. പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങളുമായി യോജിക്കാത്ത പ്രസ്താവന ഏതാണ്? ഘടനാപരമായ പരിഷ്കരണ നയങ്ങൾ ഹ്രസ്വകാല നടപടികളാണ്. ഇവയാണ് ന്യൂ എക്കണോമിക് പോളിസി 1991 യോജിക്കാത്തത്. 1991 പുത്തൻ സാമ്പത്തിക നയത്തിന്റെ സവിശേഷതയായ ഘടനാപരമായ പരിഷ്കാരങ്ങൾ ദീർഘകാല നടപടികളാണ്. ഹ്രസ്വകാലമല്ല, ഷോർട്ട് ടേം അല്ല, അവ ദീർഘകാല നടപടികളാണ്. അടുത്ത ചോദ്യം, നീതി ആയോഗുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനയായി തന്നിരിക്കുന്നത് എല്ലാം ശരിയാണ്. നയരൂപീകരണവും പദ്ധതികളുടെ ചട്ടക്കൂടും രൂപപ്പെടുത്തൽ, സഹകരണ ഫെഡറലിസം, നിരീക്ഷണവും വിലയിരുത്തലും. പ്രധാനമന്ത്രി ജൻധൻ യോജന നിലവിൽ വന്ന വർഷം ഏതാണ്? 28 ഓഗസ്റ്റ് 2014. 28 ഓഗസ്റ്റ് 2014 പ്രധാനമന്ത്രി ജൻധൻ യോജന PMJDY നിലവിൽ വന്നത്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ മാർഗനിർദ്ദേശക തത്വങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് നൽകിയിരിക്കുന്നത്. തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ഇവിടെ 1ഉം 2ഉം തെറ്റാണ്. മാർഗനിർദ്ദേശക തത്വങ്ങൾ എവിടെ നിന്നാണ് കടമെടുത്തിരിക്കുന്നത്? ഐറിഷ് ഭരണഘടനയിൽ നിന്നാണ് കടമെടുത്തിരിക്കുന്നത്. കോടതിയെ സമീപിക്കാൻ പറ്റുമോ? ഇല്ല, കോടതിയെ സമീപിക്കാൻ ആകുന്നതല്ല. അപ്പൊ നിർദ്ദേശക തത്വങ്ങൾ ഇന്ത്യൻ ഭരണഘടന കടംകൊണ്ടിരിക്കുന്ന രാജ്യം ചോദിച്ചാൽ അയർലൻഡ്. നിർദ്ദേശക തത്വങ്ങളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? വില്ലേജ് പഞ്ചായത്തുകളെ പ്രോത്സാഹിപ്പിക്കുന്നു, അന്താരാഷ്ട്ര സമാധാനം പ്രോത്സാഹിപ്പിക്കുന്നു, ഒരു ക്ഷേമ രാഷ്ട്രത്തിന്റെ ആശയാദർശങ്ങളെ ഉൾക്കൊള്ളുന്നു. ഇവയൊക്കെ നിർദ്ദേശക തത്വങ്ങളുടെ സവിശേഷതകളാണ്.
സമവർത്തി ലിസ്റ്റ്, ദാറ്റ് ഈസ് കൺകറന്റ് ലിസ്റ്റ് ആണ്. അപ്പൊ സമവർത്തി ലിസ്റ്റിലോ സംസ്ഥാന ലിസ്റ്റിലോ പറഞ്ഞിട്ടില്ലാത്ത ഏത് വിഷയവുമായി ബന്ധപ്പെട്ട് നിയമം നിർമ്മിക്കുവാൻ പാർലമെന്റിന് അധികാരം ഉണ്ടായിരിക്കുന്നതാണ് എന്ന് പറയുന്ന അനുച്ഛേദം ഏതാ? 248 ആണ്. 248 എന്തിനെ കുറിച്ച് പ്രതിപാദിക്കുന്നു? അവശിഷ്ട അധികാരങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നു. അവശിഷ്ട അധികാരങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ചോദിച്ചാൽ 248. സൈബർ നിയമം ഉൾക്കൊള്ളുന്നത് അവശിഷ്ട അധികാരത്തിലാണ്. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായത് കണ്ടെത്തുക. ഇവയിൽ ശരിയായത് ആദ്യത്തെ 2 പ്രസ്താവനകളാണ്. സംസ്ഥാനങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന തർക്കങ്ങളെക്കുറിച്ച് അന്വേഷണ വിചാരണ നടത്തുവാനും ഉപദേശിക്കുവാനും പ്രസിഡന്റിന് അധികാരം ഉണ്ടായിരിക്കും. സംസ്ഥാനങ്ങളുടെ കടമെടുപ്പിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം 293 ആണ്. 293 ആണ് സംസ്ഥാന കടമെടുപ്പിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. പബ്ലിക് സർവീസ് കമ്മീഷനുകളുടെ റിപ്പോർട്ടുകളുമായി ബന്ധപ്പെട്ട ഭരണഘടനാ വകുപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ 323 ആണ്. 323. ട്രേഡ് യൂണിയനുകൾ ഏത് ലിസ്റ്റിലാണ് ഉൾപ്പെടുന്നത്? കൺകറന്റ് ലിസ്റ്റിലാണ് ട്രേഡ് യൂണിയനുകൾ ഉൾപ്പെടുന്നത്. കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നതാണ് വിവാഹവും വിവാഹമോചനവും, വർത്തമാന പത്രങ്ങൾ, PSC ചോദിച്ചിട്ടുണ്ട്, വർത്തമാന പത്രങ്ങൾ, അച്ചടി പ്രസ്സുകൾ, ഇവയൊക്കെ ഉൾപ്പെടുന്നത് ഏതിനകത്താണ്? കൺകറന്റ് ലിസ്റ്റ് അഥവാ സമവർത്തി ലിസ്റ്റിലാണ്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന. 3ഉം 4ഉമാണ് ശരിയായിട്ടുള്ളത്. 73ാമത് ഭേദഗതി പഞ്ചായത്തി രാജ് സമ്പ്രദായം നടപ്പിലാക്കി. 74ാമത് ഭേദഗതി നഗരപാലിക ബില്ല് നടപ്പിലാക്കി. ഇവിടെ മതേതരത്വം എന്ന ആശയം ഭരണഘടനയുടെ ആമുഖത്തിൽ ചേർക്കപ്പെട്ടത് ഏത് ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്? 42ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്. സ്വത്തവകാശത്തെ മൗലിക അവകാശത്തിൽ നിന്നും നീക്കം ചെയ്തത്. അതൊരു നിയമാവകാശം മാത്രമാണ്. ഇനി ഇവിടെ തന്നിരിക്കുന്നത് 52ാം ഭേദഗതിയിലൂടെ മൗലിക കടമകൾ ഉൾപ്പെടുത്തിയെന്നില്ലേ? അത് തെറ്റാണ്. 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ തന്നെയാണ് മൗലിക കടമകൾ ഉൾപ്പെടുത്തിയത്. ഇനി 73ാം ഭരണഘടനാ ഭേദഗതി നിലവിൽ വന്ന വർഷം 1993 ഏപ്രിൽ മാസം 24 ആണ്. 74ാം ഭരണഘടനാ ഭേദഗതി നിലവിൽ വന്നത് 1993 ജൂലൈ മാസം 1 ആണ്. 1993 ജൂലൈ മാസം 1 74ാം ഭരണഘടനാ ഭേദഗതി, അതായത് നഗരപാലിക ബില്ല് നിലവിൽ വന്നത്. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യ സമ്മേളനം 1946 ഡിസംബർ 9 നടന്നു. ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തവർ 207. ഇത് രണ്ടുമാണ് ശരി. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത വനിതകൾ എത്ര പേരാണ്? 9 വനിതകളാണ് പങ്കെടുത്തത്. ഇവിടെ 7 എന്നല്ലേ തന്നിരിക്കുന്നത്, തെറ്റാണ്. അതുകൊണ്ടാണ് ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റിപ്പോയത്. 9 വനിതകളാണ് ആദ്യത്തെ സമ്മേളനത്തിൽ പങ്കെടുത്തത്. അടുത്ത ചോദ്യം നോക്കാം. താഴെ തന്നിട്ടുള്ളവയിൽ ജസ്റ്റിസ് ഫാത്തിമ ബീവിയെ കുറിച്ചുള്ള ശരിയായ പ്രസ്താവന. ഫാത്തിമ ബീവിയെ കുറിച്ചുള്ള ശരിയായ പ്രസ്താവന. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗമായ മലയാളി വനിത, കേരള ഹൈക്കോടതിയിലെ ആദ്യത്തെ മുസ്ലിം വനിതാ ജഡ്ജിയാണ് ഫാത്തിമ ബീവി. ഇത് രണ്ടുമാണ് ശരിയായിട്ടുള്ളത്. സുപ്രീം കോടതിയിലെ ആദ്യത്തെ വനിതാ ജഡ്ജിയായ വർഷം 1989 ആണ്. 88 അല്ല, 89ലാണ് സുപ്രീം കോടതിയിലെ ആദ്യത്തെ വനിതാ ജഡ്ജി ആയത് ആര്? ജസ്റ്റിസ് ഫാത്തിമ ബീവി. ജസ്റ്റിസ് ഫാത്തിമ ബീവി അന്തരിച്ചത് 2023 നവംബർ മാസം 23 അടുത്തടുത്ത ഡേറ്റ്സിലാണ് മിസ്റ്റേക്ക് വരുത്തിയിരിക്കുന്നത്. 2023 നവംബർ മാസം 23 ജസ്റ്റിസ് ഫാത്തിമ ബീവി അന്തരിച്ചത്. ഓക്കെ, ജസ്റ്റിസ് ഫാത്തിമ ബീവിയുടെ ജീവചരിത്രം ഏതാ? നീതിയുടെ ധീരസഞ്ചാരം. നീതിയുടെ ധീരസഞ്ചാരമാണ് ജസ്റ്റിസ് ഫാത്തിമ ബീവിയുടെ ജീവചരിത്രം. ഇത് എഴുതിയത് ഡോക്ടർ KT അഷ്റഫ് ആണ്. ഡോക്ടർ KT അഷ്റഫ്. ഓക്കെ, അപ്പൊ ഇത്രയും ചോദ്യങ്ങളാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഓരോ ചോദ്യം എന്തുകൊണ്ട് തെറ്റി എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്നതാണ് തെറ്റായ പ്രസ്താവന എന്തുകൊണ്ട് തെറ്റി എന്ന് പറയണമെന്ന്. അപ്പൊ എല്ലാ ചോദ്യത്തിലും അങ്ങനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തിട്ട് പോണേ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്തേക്കാം. പിന്നെ ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ പറഞ്ഞതുപോലെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിന്റെ ബാച്ച് കോഴ്സ്, പുതിയ ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എത്രയും വേഗം തന്നെ ജോയിൻ ചെയ്യാത്തവരെ ജോയിൻ ചെയ്തോളാം. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക്